അഡ്വക്കേറ്റ് സേനാപതി വേണു, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് വരുന്നു. അത് തള്ളിക്കളയാൻ UDF-ന് കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പാണ്, വേണ്ടത് വോട്ടാണ്, തർക്കമില്ല. പക്ഷേ ഇത് BJP-ക്ക് ഒരു ക്യാമ്പയിൻ നടത്താനുള്ള ഒരു അവസരം തുറന്നു കൊടുക്കുന്നു എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. BJP നടത്തുന്ന ആരോപണങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു നീക്കം UDF നടത്തുന്നു. അങ്ങനെ മതവർഗീയ ശക്തികൾക്ക് കൈ കൊടുക്കുന്നതിലൂടെ BJP-യെ വളർത്തുന്നു. മതനിരപേക്ഷവാദികൾ UDF-നെ തള്ളിക്കളയും. കഴമ്പില്ലേ? അപർണ, 2014 മുതൽ നമ്മൾ കേരളത്തിൽ കാണുന്ന CPM-ന്റെ ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. RSS ഇതാ വരുന്നു, BJP കേരളത്തിൽ വരുന്നു, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങളെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു BJP ഉമ്മാക്കി കാണിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിൽ ഏറെയായി ഇവർ ഈ പ്രചരണം നടത്തുകയും മറുഭാഗത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഇവര് ഈ പറയുന്ന ശക്തികളുമൊക്കെയായി അപ്പുറത്തേതും ഇപ്പുറത്തേതും, അത് സംഘപരിവാർ ശക്തികളാണെങ്കിലും ഇവരിപ്പോൾ ഈ പറയുന്ന ശക്തികളാണെങ്കിലും ഇവരും ഒക്കെയായി രഹസ്യമായും പരസ്യമായും എല്ലാവിധമായ ധാരണകളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സുവ്യക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് എൻറോൾ ചെയ്തിട്ടുള്ള ഏതൊരു പൗരനും, അയാളുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, അയാളുടെ പ്രത്യയശാസ്ത്രം എന്തുമായിക്കൊള്ളട്ടെ, അയാളുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2,32,304 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ആളുകളിൽ ആർക്കും UDF-നെ പിന്തുണയ്ക്കാം, ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാം, ഞങ്ങൾ വോട്ട് ചെയ്യാം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആ കാര്യത്തിൽ ഞങ്ങളുടെ സുവ്യക്തമായ നിലപാട് അത് വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ അൻവർ ആണല്ലോ ഒരു മുദ്രാവാക്യം കേരളത്തിൽ ആദ്യമായിട്ട് വെച്ചത് പിണറായിസത്തിനെതിരെ. അൻവർ ചില കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞു. അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് അതെല്ലാം പൂർണ്ണമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. 9 കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ജനദ്രോഹ നയങ്ങൾ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിന്റെ സെമിയാണ് ഇവിടെ നടക്കുന്നത്. ആ സെമി വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കണം. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടുകളുടെ കുറവിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുള്ളത്. അതിനെ മറികടന്നുകൊണ്ട് അതിന്റെ ഒരു 10-20 ഇരട്ടി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്കിപ്പോൾ അവിടെ ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അപർണ, ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന അവിടുത്തെ ഏത് വോട്ടറുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. പിന്നെ ഇപ്പോ ചില ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നു, അല്ലെങ്കിൽ മറ്റ് സംഘടനകളെ ഒക്കെ തള്ളി പറയുന്നു. ഞാൻ ചർച്ചയുടെ 1ാം ഫേസിൽ VPP മുസ്തഫ സംസാരിച്ചതിന് ശേഷം സൂചിപ്പിക്കാം. ഏതൊക്കെ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുകയും ഇടതുപക്ഷം ആ പിന്തുണയെ സഹർഷം സ്വീകരിച്ചുകൊണ്ട് അവരുടെ നേതാക്കൾ നടത്തിയ പ്രസ്താവനയും ദേശാഭിമാനി പത്രത്തിൽ വന്ന ലേഖനങ്ങളും ഒക്കെ അത് VPP മുസ്തഫ സംസാരിച്ചതിന് ശേഷം ഞാൻ 2ാം ഫേസിൽ അതിനെ സൂചിപ്പിക്കാം എന്ന് കരുതുകയാണ്. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, അല്ല ശ്രീ സേനാപതി വേണു, VPP മുസ്തഫ പറയുന്നതിന് മുമ്പ് LDF-ന്റെ പ്രചാരണം ഏത് തരത്തിലാണെന്ന് താങ്കൾ തന്നെ കാണുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദ് ഏറ്റവും അധികം വിമർശിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആയുധമാക്കി LDF മാറ്റുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ തരത്തിലുള്ള പ്രചാരണ ആയുധങ്ങളൊക്കെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു, പ്രയോഗിച്ചും കഴിഞ്ഞിരിക്കുന്നു. UDF-ന് ന്യൂനപക്ഷ വോട്ട് വേണം, ഇത് പ്രതിരോധിക്കണം, ഇത് തള്ളിപ്പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ഫിക്സിലേക്ക് വന്നു പെട്ടോ മുന്നണി? അല്ല, ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല, ഞങ്ങൾ അവരോട് വോട്ടും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ നിലമ്പൂരിലെ പൗരജനങ്ങളോടാണ്, വോട്ടർമാരോടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇനി ജമാഅത്ത് ഇസ്ലാമിക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്താ പറഞ്ഞേ
ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ കാലഘട്ടത്തിലെ നിലപാടുകളെ ആ നിലപാടുകളോട് ഞങ്ങൾ അകലം പാലിച്ചവരാണ്. ഞങ്ങൾ അവരുമായിട്ടൊരു തെരഞ്ഞെടുപ്പ് സഖ്യമോ ധാരണയോ ഇല്ല. നിരുപാധികമായി അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. ആ പിന്തുണയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ ഒരു വാക്കുകൂടി അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു 5 ദിവസം മുമ്പ് SDP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി അലിയാർ അദ്ദേഹം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ പിന്തുണ, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് പിന്തുണ, ചേലക്കരയിൽ ഞങ്ങൾ ആർക്കും പിന്തുണ കൊടുക്കുന്നില്ല എന്ന് അവരൊരു പ്രസ്താവന നടത്തി. അപ്പോൾ വ്യാപകമായ രീതിയിലുള്ള വിമർശനം ഉണ്ടായി. ഞങ്ങളിതാ SDP-യുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ അന്നും ഞങ്ങളുടെ നിലപാട് സുവ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം. തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപനം വന്നപ്പോഴത്തേക്കും 6 or 7 SDP-ക്കാരൻ കൊടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം വിജയത്തിന്റെ ക്രെഡിറ്റ് അത് അവർക്ക് കൂടി അവകാശപ്പെട്ടോട്ടെ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ ശരി, അഡ്വക്കേറ്റ് സേനാപതി വേണു, അത് ഇടതു മുന്നണിയുടെ അപ്പുറത്തേക്ക് ഇതിന് മുന്നണിക്കകത്തുണ്ടാകുന്ന വിഷയങ്ങൾ കൂടിയാണ്. ചെറിയൊരു സാങ്കേതിക വിഷയം കൂടി താങ്കളിലേക്ക് വരാം വളരെ പെട്ടെന്ന്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് അഡ്വക്കേറ്റ് TK അശോക് കുമാർ BJP പാനലിസ്റ്റ് കൂടി നമുക്കൊപ്പം ചേരുന്നു.